ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് CSEBയുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. കാരണം കേരള ബാങ്കിൻ്റെയും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെയും ഒക്കെ പരീക്ഷ കഴിഞ്ഞു. അതിനൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ഒരു ട്രാക്കിലെത്തിയ ആളുകളായിരിക്കും നിങ്ങളുടെ ഭൂരിഭാഗവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ഇനി നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് ഈ CSEBയുടെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എക്സാമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഈ ഒരു CSEB എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരായിരിക്കും. PSC നടത്തുന്ന സാധാരണ ഐച്ഛിക വിഷയമായിട്ടുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടായിരിക്കും. അതായത് കേരഫെഡ്, KS കാർഡ് ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷ്യർ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ബോർഡ് എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പലർക്കും ഈ CSEBയുടെ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയെക്കുറിച്ച് ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവരെയും കൂടി ഈ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ CSEB എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് CSEB എക്സാമിനെ മറ്റ് PSC എക്സാംസും ഒക്കെ ആയിട്ട് വ്യത്യാസപ്പെടുത്തുന്നത്. ഇപ്പോൾ CSEB എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് പരീക്ഷ നടത്തുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മളൊരു കാൻഡിഡേറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ യോഗ്യതകളും ഒക്കെ അതിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. മുന്നേ വർഷങ്ങളിലൊക്കെ നമുക്കെന്താണ് ഓഫ്ലൈനായിട്ടായിരുന്നു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്, പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഓൺലൈനായിട്ടാണ്. അത് കുറച്ചും കൂടി നമുക്കെന്താണ് സമയമൊക്കെ ലാഭിക്കാൻ പറ്റുന്ന, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ സബ്ജക്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് GK മാത്സ് ഇതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു പരീക്ഷ. 50 മാർക്കാണ് നമ്മളുടെ സബ്ജക്റ്റ് ഏരിയ എന്നുള്ളത്. അതായത് കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടിങ് ഈ ഏരിയാസിനായിട്ട് 50 മാർക്കിനാണ് ചോദ്യങ്ങൾ. അതായത് 100 ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവുക. പിന്നീട് ഇംഗ്ലീഷ് GK മാത്സ്, ഇംഗ്ലീഷ് GK മാത്സ് നിന്ന് 10 മാർക്ക് വീതം, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് GK, 10 മാർക്ക് മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അങ്ങനെ 20 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന്, 20 ചോദ്യങ്ങൾ GK, 20 ചോദ്യങ്ങൾ മാത്സ്. ഇങ്ങനെയാണ് നമ്മളുടെ സിലബസ് വരുന്നത്. കൃത്യമായിട്ടുള്ളൊരു സിലബസ് CSEB ഇതുവരെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഏരിയ തന്നിട്ട് 100 ചോദ്യങ്ങൾ, 50 മാർക്ക്, ഇംഗ്ലീഷ് GK മാത്സ് 20 ചോദ്യങ്ങൾ, 10 മാർക്ക്, അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡീറ്റെയിൽസ് ഒന്നും CSEB പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ CSEB ചോദിക്കുന്ന ചോദ്യ പാറ്റേണും ഒക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നീടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CSEB എക്സാമിന് കുറച്ചും കൂടി പ്രസക്തി കൂടുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് നമുക്കെന്താണ് സൊസൈറ്റി കോട്ട ഉണ്ടായിരുന്നു. സൊസൈറ്റി കോട്ടയിൽ എത്രയാണോ ഓപ്പൺ കോട്ട അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ അതേ 50% എന്താണ് ഈ ഒരു സൊസൈറ്റി കോട്ടയ്ക്കാണ്. അപ്പോൾ നമ്മൾ സഹകരണ സംഘങ്ങളിൽ വർക്ക് ചെയ്യുന്ന 3 വർഷം തികഞ്ഞ ആളുകൾക്കാണ് ആ ഒരു പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, സൊസൈറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഈ ഒരു സൊസൈറ്റി കോട്ടയിൽ എന്താണ് കേരള ബാങ്കിലേക്ക് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കെന്താണ് നമ്മളുടെ ബാങ്കുകളിൽ, കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ഒഴിവുകൾ വരും. അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആളുകളും പരീക്ഷ എഴുതിയ ആളുകളും നമ്മളുടെ സൊസൈറ്റികളിലും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവരും എന്താണ് JCയുടെ ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയും വേക്കൻസികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വേക്കൻസികളൊക്കെ പിന്നീട് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിലേക്ക് വിടുകയും ബോർഡ് എന്താണ് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ നടത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് ഈ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എന്ന് പറയുന്നത്. കേരള ബാങ്കും JC ഒക്കെ എഴുതിയവർക്കറിയാം, നെഗറ്റീവ് മാർക്കും അതുപോലെ തന്നെ
സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികളെ ഏറെ വലച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്, ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഈ CSEB എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതുവരെ CSEB ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നോർമലി കഴിഞ്ഞ ലിസ്റ്റൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു 62 മാർക്കിന് മുകളിലാണ്, 62, 63 ആ റേഞ്ചിലാണ് നമുക്ക് എന്താണ് മാർക്ക് നേടിയ ആളുകളാണ് പല സംഘങ്ങളുടെയും ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ആണ് അത് പഠിച്ചെടുക്കുക, ആ ഒരു 60+ മാർക്ക് നേടുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 60+ എന്ന് പറഞ്ഞാൽ 62, 63 ആ റേഞ്ചൊക്കെ നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് സഹകരണ സംഘങ്ങളുടെ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 50 മാർക്കിനാണ് നമ്മളുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. 50 മാർക്കിന് നമ്മളൊരു 40 മാർക്കെങ്കിലും നമുക്ക് എന്താണ് സേഫ് ആക്കണം. 40 മാർക്ക് നമ്മൾ വാങ്ങിയിരിക്കണം. അത് 40 മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 100 ചോദ്യങ്ങളിൽ 80 ചോദ്യങ്ങൾ നമുക്ക് എന്താണ് ശരിയാവണം, എന്നാലേ നമുക്ക് എന്താണ് 40 മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് GK മാത്സ് 30 മാർക്കിനാണ്. അതിൽ 24 മാർക്കെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ 24 മാർക്കെങ്കിലും നമുക്ക് എന്താണ് നേടിയെടുക്കണം. 24 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 60 ചോദ്യങ്ങളുണ്ട്, അതിൽ 48 ചോദ്യങ്ങളെങ്കിലും നമ്മൾ ശരിയാക്കണം, എന്നാലേ 24 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 40 + 24 64 മാർക്ക് നമുക്ക് എന്താണ് നേടി നമുക്കൊരു സേഫ് സോണിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്താണ് വിശദമായിട്ട് നമ്മളൊരു ചിട്ടയായിട്ടുള്ള പഠനത്തിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് എന്താണ് എന്തൊക്കെയാണ് പഠിക്കാൻ കഴിയാമെന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ അത് CSEB എക്സാമിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ CSEB എക്സാമിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അസിസ്റ്റ് ചെയ്യാൻ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ തയ്യാറാണ്. അപ്പോൾ എന്തൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഏരിയാസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോവും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിട്ടയായിട്ടുള്ള, നമ്മൾ 6 മാസത്തേക്കാണ് ഈ ഒരു കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. വിശദമായിട്ട് നമുക്ക് എന്താണ് ഒരു CSEB എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു മിനിമം 6 മന്ത് എങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 6 മന്തിലേക്കാണ് നമ്മൾ കോഴ്സും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത്തവണത്തെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്